എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരിപ്പോഴും യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചോച്ചോയ്ക്കാണെങ്കിൽ അവളുടെ പൊട്ടറ്റോ ചിപ്സിനെ കുറിച്ചും സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചും മാത്രമേ സംസാരിക്കാനുള്ളൂ. അങ്ങനെ ഒരു കാഷ്വലായിട്ട് സംസാരിച്ച് കുറച്ച് മുൻപോട്ട് വരുമ്പോഴായിരിക്കും സാറട അവളാണെങ്കിൽ ഇപ്പൊ താഴെ കുറച്ച് ഫുട് പ്രിന്റ്സ് കാണും. അവരെല്ലാവരും അതിലേക്ക് നോക്കും. ഇത് ആക്ച്വലി നമ്മുടെ ഫുട് പ്രിന്റ്സ് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ നടന്ന സ്ഥലത്തൂടെ തന്നെ ആയിരിക്കോ വീണ്ടും നടക്കുന്നതെന്ന് ചോദിച്ച് സാറട ഇപ്പോ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കും. അതിന് ബൊറൂട്ടോ പറയും, നമ്മുടെ ലക്ഷ്യം അത് കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് അവിടെ എത്താൻ കഴിയില്ല. സോ ലക്ഷ്യത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് പോവാം. എന്ത് വില കൊടുത്തും നമുക്ക് അവിടേക്ക് എത്തി ഈ ഒരു പാമ്പിന്റെ ലാംഗ്വേജ് അത് ഡീകോഡ് ചെയ്യണം. സാധാരണ എല്ലാവരും അവിടേക്ക് പോകുന്നത് സേജ് ജിപ്സു അത് പഠിച്ചെടുക്കാനാണ്. പക്ഷെ നമ്മൾ പോകുന്നത് നമ്മുടെ മീറ്റ്സുകയെ അവനെ തിരികെ പിടിക്കാനും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത പാമ്പിന്റെ കണ്ണുകളുള്ള 3 ലേഡീസ് അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തന്നെ അങ്ങനെ ടെററായിട്ട് നോക്കി നിൽക്കും. അവരിപ്പോഴും തിരിയാൻ തയ്യാറായിട്ടില്ല. അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്യും. അപ്പോൾ കുറച്ച് ടൈം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ദൂരത്തായിട്ട് വലിയൊരു മണിമാളിക കാണും. അവർക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരന്വേഷിച്ചു വന്ന ആ റിയൂച്ചിക്ക് അവൻ അവിടെയാണ് ഉള്ളതെന്ന്. അവരവിടേക്ക് ഓടിയെത്തും. അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അവർ വണ്ടടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു അടിപൊളി പാലസ് ഇതുവരെ അവർ കണ്ടിട്ടില്ല. അപ്പൊ സുന്ദരിയായ ഒരു യുവതി അവൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി റിയൂച്ചിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വരുമെന്ന് റിയൂച്ചിക്ക് അറിയാമായിരുന്നു. സോ ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിളിച്ച് ഇപ്പൊ കൊട്ടാരത്തിലേക്ക് കയറിപ്പോവും. ചോച്ചോ ആണെങ്കിൽ ഇപ്പൊ ആ ലേഡിയോട് ചോദിക്കും, മാഡം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് ഫുഡ് തരുമോ? ഈനൂജിനാണെങ്കിൽ ചോച്ചോയെ സപ്പോർട്ട് ചെയ്ത് അവനും കുറച്ച് ഫുഡ് ചോദിക്കും. ഉടനെ ആ ലേഡി പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടും. റെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും അവധാനത്തിൽ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തിരികെ പോവാം. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ചാടിക്കറി പറയും, ഞങ്ങൾക്ക് വൈറ്റ് സ്നേക്ക് പവറുള്ള ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? അത്യാവശ്യമായിട്ട് അദ്ദേഹത്തെ കണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ആദ്യം ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്ക്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് കഴിക്കാനുള്ള ഒരുപാട് ഡിഫറെന്റ് ഐറ്റംസ് ഒക്കെ ആ ടേബിളിൽ നിറയും. ചോച്ചോ ആണെങ്കിൽ അത് കണ്ട് കണ്ണു തള്ളി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഫുഡ് കാണേണ്ട താമസം ഈനോജിനും ചോച്ചോയും അവർ രണ്ടുപേരും ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് അതിന്റെ മേലേക്ക് ചാടി വീഴും. അത് കണ്ട് ബൊറൂട്ടോ അവൻ ടെൻഷനാവും. നിർത്തണടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഓരോച്ചിമാറു പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ മറന്നുപോയോ? നമ്മൾ ഇവിടേക്ക് വന്നത് ഫുഡ് കഴിക്കാനല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിനാൽ ലേഡി പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരും. നിങ്ങൾക്ക് മാത്രമല്ല, ആരൊക്കെ ഇവിടെ പുതുതായി വരുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾ ഇതൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതൊക്കെ കഴിക്കാമെന്ന് പറയും. അത് കേട്ട് ചോച്ചോയും ഈനോജിനും ഒരു ഫുഡ് ഐറ്റംസ് ഓരോന്നായിട്ട് ഇപ്പൊ പ്ലേറ്റിലേക്ക് വിളമ്പി നിരത്താണ്. അവർക്കും ആ ഫുഡ് കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതിലെന്തോ സംശയമുണ്ട്. ബൊറൂട്ടോ, സാറട, ഷിക്കട അവർ 3 പേരും ഇപ്പൊ ഫുഡൊന്നും കഴിക്കാതെ മാറിയിരിക്കും. അവളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അത് അവരുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ച്, നിങ്ങൾ ഫുഡ് കഴിക്ക്, അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് മീറ്റ്സിക അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാസ്റ്ററിനോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരാം. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. കാരണം മീറ്റ്സികയെ കുറിച്ച് ഒരക്ഷരം പോലും അവൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടേക്ക് വന്നത് മീറ്റ്സികയെ അന്വേഷിച്ചാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അവളാണെങ്കിൽ ആ ചോദ്യം കേട്ട് ഷോക്കാവും. ബൊറൂട്ടോ നിലവിളിച്ചു പറയും, മീറ്റ്സിക, ചോച്ചോ, ഈനോജിൻ, ചോച്ചോ, നിങ്ങൾ രണ്ടുപേരും ആ ഫുഡ് കഴിക്കരുത്. അവനത് പറയുമ്പോഴേക്കും ആ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ ഒരു മോൺസ്റ്റർ സ്നേക്കായിട്ട് മാറാണ്. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലുണ്ടായിരുന്ന ആ ഫുഡ് അത് മുഴുവൻ ചീഞ്ഞളിഞ്ഞ് അങ്ങനെ താഴേക്ക് പോവും. ആ വില്ലത്തി പറയും, എന്റെ ഡ്രീം ആയിരുന്നു ഫ്രഷ് ചക്ര പവറുള്ള സ്റ്റുഡൻസിനെ കഴിക്കണമെന്ന്. എനിക്കിപ്പോ നിങ്ങളെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും വലിയൊരു ശബ്ദം ഇപ്പൊ പുറകിൽ നിന്ന് വരും. നീ തോറ്റുപോയി, അവര് നിന്റെ കള്ളത്തരം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നിനക്കിനി അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വില്ലത്തെയും നമ്മുടെ ആൾക്കാരും അവരെല്ലാവരും ഇപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അതിനുശേഷം വീണ്ടും പറയും, ഇനി അടുത്ത ഊഴം അതെന്റേതാണ്. നമ്മുടെ എല്ലാവരുടെയും ഈ പരീക്ഷണങ്ങൾ അത് മുഴുവൻ ഇവർ താണ്ടി വരണം. എങ്കിലും മാത്രമേ മാസ്റ്റർ കാണാൻ ഇവർക്കാവൂ. ചിക്കടായി പറയും, അവർ നമ്മളെ പരീക്ഷിക്കുകയാണ്. പക്ഷേ
നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരാള് അദ്ദേഹം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന്റെ അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ അതിന്റെ അകത്തേക്ക് ഓടാൻ തുടങ്ങും. അങ്ങനെ കുറച്ചു ദൂരം അവർ മുൻപോട്ട് വരും. ഉടനെ അവരെല്ലാവരും ഇപ്പൊ പിരിഞ്ഞു പോവാണ്. ബൊറൂട്ടോ ചുറ്റും നോക്കും, അവിടെ ആരെയും കാണാനുണ്ടാവില്ല. അപ്പോ വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചെറിയ പെൺകുട്ടി അവള് ബൊറൂട്ടോയുടെ മുൻപിലൂടെ ഓടുന്ന കണ്ട ബൊറൂട്ടോയും അവളെ ഫോളോ ചെയ്തു പോവും. ബൊറൂട്ടോ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഡോറുകള് അതങ്ങനെ ക്ലോസ് ആയി. അവൻ കണ്ട പെൺകുട്ടി അവൾ അവിടെ നിന്ന് ഇൻവിസിബിൾ ആവുകയാണ്. ബൊറൂട്ടോ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ ചുറ്റിലും ഒരുപാട് സ്റ്റോൺസ് കിടക്കുന്നത് കാണും. അതിൽ ചില സ്റ്റോൺസ് എടുത്ത് അവൻ ആ ചുമരിന് ചുറ്റുമുള്ള ഓരോ ദ്വാരത്തിലായിട്ട് സെറ്റ് ചെയ്യും. അത് ഓൾമോസ്റ്റ് ഒരു പസിലാണെന്ന് അവന് പിടികിട്ടും. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണ് അവൾ വീണ്ടും അവന്റെ മുൻപിലേക്ക് വരും. ബൊറൂട്ടോ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അവൾ അടുത്ത സെക്കൻഡ് ഇൻവിസിബിൾ ആവുകയാണ്. ബൊറൂട്ടോ നിലവിളിച്ച് ചോദിക്കും, എന്റെ ഫ്രണ്ട്സ് അവരെവിടെ? അപ്പോൾ അവൾ വീണ്ടും അവന്റെ മുൻപിലേക്ക് വന്ന് പറയും, ഈ ചുറ്റുമുള്ള പസിൽസ് അത് നീ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഡോർ ഓപ്പൺ ആവും. നിനക്ക് പുറത്തേക്ക് പോയി നിന്റെ ഫ്രണ്ട്സിനെ കാണാം. ഉടനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ മണിക്കൂറുകളോളം സമയമെടുത്ത് അവൻ ആ പസില് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ഡയല് അതുകൂടെ കണ്ടെത്തിയാൽ മാത്രമേ അവന് സോൾവ് ചെയ്യാൻ പറ്റൂ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവും. അവൻ പറയും, പ്ലീസ് എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോകണം. എന്റെ ഫ്രണ്ട് മീറ്റ്സുകയെ എനിക്ക് രക്ഷപ്പെടുത്തണം. ഉടനെ അവൾ ഷോക്കായിട്ട് ചോദിക്കും, നിന്റെ ഫ്രണ്ട് മീറ്റ്സുകയോ? അപ്പൊ നീ സേജ് പവറിന് വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നത്? അതിന് ബൊറൂട്ടോ പറയും, ഒരിക്കലുമല്ല, എനിക്ക് ഇപ്പൊ സേജ് പവറിന്റെ ആവശ്യമൊന്നുമില്ല. ബൊറൂട്ടോ വീണ്ടും പറയും, എനിക്ക് വേണ്ടത് എന്റെ ഫ്രണ്ട് മീറ്റ്സുകയാണ്. അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി എനിക്ക് തിരികെ കൊണ്ടുപോകണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൻ പതിയെ എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പൊ അവന്റെ കാലില് ഒരു സ്റ്റോൺ തട്ടി അത് രണ്ടായിട്ട് പൊട്ടും. ഉടനെ ബൊറൂട്ടോയ്ക്ക് ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവൻ വലിയൊരു സ്റ്റോൺ എടുത്ത് അത് രണ്ടായി പൊട്ടിച്ച് അവസാനത്തെ ആ ഒരു ഡയൽ പ്ലേസിൽ പ്ലേസ് ചെയ്യാണ്. ഉടനെ ആ ഭാഗം അത് അൺലോക്കായി ബൊറൂട്ടോ ഇപ്പൊ പുറത്തേക്ക് വരും. ആ പെണ്ണാണെങ്കിൽ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോവും. അവൾ ചോദിക്കും, നീ എങ്ങനെ ഈ ട്രിക്ക് കണ്ടുപിടിച്ചു? അത് കേട്ട് ബൊറൂട്ടോ ചിരിക്കും. നമ്മളെപ്പോഴും ഒരേ ആംഗിളിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ അസാധ്യം എന്ന് കരുതിയ പല കാര്യങ്ങളും സാധ്യമാവും. അങ്ങനെ അവർ ക്യാഷ്വലായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ മറ്റൊരു മോൺസ്റ്റർ ലേഡി അവളങ്ങനെ പറന്നു വന്ന് ബൊറൂട്ടോയുടെ കഴുത്തില് ആഞ്ഞ് കടിക്കും. ബൊറൂട്ടോ അവളെ വെട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ മോൺസ്റ്റർ രൂപത്തിൽ നിന്ന് ഇപ്പൊ നോർമലായി മാറും. അതിനുശേഷം പുറകിലേക്ക് മാറി നിൽക്കും. അവളിപ്പോ ബൊറൂട്ടോയുടെ ബോഡിയില് ഒരു സീലിംഗ് പവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൊറൂട്ടോ വേദന താങ്ങാനാവാതെ നിലവിളിക്കാൻ തുടങ്ങും. ആ വില്ലത്തിയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഞാനാണ് ഈ ടീമിലെ മൂന്നാമത്തെ ആള്. അവസാനഘട്ട പരീക്ഷണം അതിലൂടെ നീ ജയിക്കുകയാണെങ്കിൽ നിനക്ക് മാസ്റ്ററിനെ കാണാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ ഈ ചക്ര പവറും ബോഡിയും അതൊക്കെ തന്നെ ഞാൻ തിന്ന് തീർക്കുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ അവസാനത്തെ എക്സ്പെരിമെന്റ് അവന് മുൻപിൽ വെക്കുകയാണ്. ഉടനെ അടുത്ത സെക്കൻഡ് ഇപ്പൊ ചോച്ചോയും സാറടയും ഇക്കടയും അവര് മൂന്നുപേരും ബൊറൂട്ടോയുടെ മുൻപിലേക്ക് വരും. അവര് മൂന്നുപേരും ഒറ്റ സ്വരത്തില് ഇപ്പോ ബൊറൂട്ടോയെ കുറ്റപ്പെടുത്തുകയാണ്. ബൊറൂട്ടോ, നീ ഒറ്റൊരുത്തം കാരണമാണ് ഇപ്പൊ ഞങ്ങളും ഈ കുടുക്കിൽ പെട്ടുകിടക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി നീ മാത്രമാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ടവന്റെ ടെൻഷൻ അത് കൂടി വരും. അവൻ എങ്ങനെയെങ്കിലും ആ ഗെൻജിപ്സ് ബ്രേക്ക് ചെയ്യാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. മെയ്റ്റ്സിഗയുടെ ആ വൈറ്റ് സ്നേക്ക് അതിപ്പോ അവന്റെ കാലിന്റെ അടുത്തേക്ക് വരാണ്. മീറ്റ്സിയെ നമുക്ക് നഷ്ടപ്പെട്ടതും ഈ ഗതിയില് നമ്മളായതിനൊക്കെ കാരണക്കാരൻ നീയാണ്. ഇനി നീ മീറ്റ്സിഗയുടെ പിന്നാലെ പോയി സമയം കളയേണ്ട കാര്യമില്ല. അവനെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരിപ്പോ ബൊറൂട്ടോയെ വളരെ ആഴത്തില് അങ്ങനെ ഇൻസൾട്ട് ചെയ്തും ഹേർട്ട് ചെയ്തും അവനെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഉടനെ ആ പാമ്പാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ കയ്യിൽ കയറും. ബൊറൂട്ടോ ഉറപ്പിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തെ കണ്ടേ തീരൂ. എനിക്ക് മീറ്റ്സിയെ തിരികെ പിടിക്കണം എന്നവൻ പറയുമ്പോഴേക്കും ആ ഒരു ഗെൻജിപ്സു അത് ബ്രേക്ക് ആവും. ബൊറൂട്ടോ കണ്ണു തുറന്നു നോക്കും. അവനിപ്പോ ഒരു കാസ്റ്റിലിന് മുൻപിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു മോൺസ്റ്റർ ലേഡി അവൻ ബൊറൂട്ടോട് പറയും, ഇതാണ് മാസ്റ്ററിനെ കാണാനുള്ള എൻട്രൻസ്. ആ ലേഡി പറയും, നീ 3 പരീക്ഷണങ്ങളിലും ഈസി ആയിട്ട് ജയിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും കഠിനമായ ഒരു മത്സരത്തിൽ ഒരാൾ ജയിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കഴിക്കാൻ കഴിയില്ല. നിന്റെ ആഗ്രഹപ്രകാരം നിനക്ക് ഈസി ആയിട്ട് മാസ്റ്ററിനെ കാണാം. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഡോർ തുറന്ന് അകത്തേക്ക് വരും. അപ്പൊ അവൻ കാണും സാറടയും ചോച്ചോയും ഷിക്കടയും അവര് 3 പേരും അവിടെ ബോധം കെട്ട് കിടക്കാണ്. അവരെ ബൊറൂട്ടോ എഴുന്നേൽപ്പിച്ച് അവര് കാണാൻ ആഗ്രഹിച്ച ആ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരും. മാസ്റ്ററിനാണെങ്കിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം. ബൊറൂട്ടോ ആണെങ്കിൽ മീറ്റ്സിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അതെങ്ങനെയെങ്കിലും ഈ പാമ്പിനെ ഉപയോഗിച്ച് എനിക്ക് ഡീകോഡ് ചെയ്ത് തരുമോന്ന് മാസ്റ്റർ ലേഡിയോട് ചോദിക്കും. അതിനവര് പറയും, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ ആരാണ് ഇവിടേക്ക് പറഞ്ഞയച്ചതെന്ന് അവർ ചോദിക്കും. ഉടനെ ബൊറൂട്ടോ, ഒറോച്ചിമാറു, മീറ്റ്സിയുടെ പപ്പ ഒറോച്ചിമാറു ആണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവൻ കെഞ്ചും. അതിനവര് പറയും,
ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ അതിനു മുൻപായി ഒരു കണ്ടീഷനുണ്ട്. റിയൂജി കേജില് ഒരു വലിയ പാമ്പുണ്ട്. ആ പാമ്പിനെ തകർത്ത് കൺട്രോൾ ചെയ്ത് എന്റെ മുൻപിൽ എത്തിക്കണം. അതെനിക്ക് വലിയ തലവേദന ഉണ്ടാക്കുകയാണ്. അതിന് നീ എന്റെ മുൻപിൽ എത്തിച്ചു തരികയാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ അത് ഞാൻ ചെയ്യാം. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോയും ടീമും അവരാണെങ്കിൽ ആ പാമ്പിനെ തേടി ഒരു ഗുഹയിലേക്ക് പോവാണ്. അത് കണ്ട ആ മാസ്റ്റർ ഗ്രാൻഡ്മ അവർ ചിരിക്കും. ഒരു കാരണവശാലും ആ പാമ്പിൽ നിന്ന് അവർ രക്ഷപ്പെടില്ല. അവർ ജീവനോടുകൂടെ തിരികെ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ ഹായായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.